നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തതെന്ന് ഒരുപാട് പേര് പോയിട്ട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ക്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റാത്തത്. പക്ഷേ ഇനി അങ്ങോട്ടെങ്കിലും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഈവനിങ് ഒരു 7 മണിക്ക് വീഡിയോസ് ഇടണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണ് പ്ലാൻ. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഷെർവുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അസംബ്ലിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കാനഡയിലെത്തിയതിനു ശേഷം നമ്മൾ പല ബ്രാൻഡിൻ്റെ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ, വാക്യൂം ട്യൂബ് ആംപ്ലിഫയറൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ആംപ്ലിഫയറുകൾ, വിൻറ്റേജ് ആംപ്ലിഫയറുകൾ, നമ്മൾ വാങ്ങിക്കുന്ന സ്പീക്കേഴ്സൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ, അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ മാത്രമല്ല, ഇനി മറ്റ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ ഫോണിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷെർവുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ S2730 CP എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമം ഡിജിറ്റൽ റിസീവറാണ് ഇന്നത്തെ വീഡിയോ കൂടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 1980-കളിലാണ് ഈ ഒരു ആംപ്ലിഫയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു മോഡലാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റീൽ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവണം. അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും മറ്റു ഓഡിയോ ടെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓൾറൈറ്റ്, ആംപ്ലിഫയറിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനെ പറ്റി നമുക്ക് നോക്കാം. 1953 USA ചിക്കാഗോയിലാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോൺ സ്നോ, E.D. മില്ലർ എന്ന് പറയുന്ന 2 പേരോട് ചേർന്നിട്ടാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. 60-കളിലും 70-കളിലും ഹൈ ക്വാളിറ്റി ഓഡിയോ റിസീവേഴ്സും ട്യൂണേഴ്സും ഒക്കെ ലോഞ്ച് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു ഷെർവുഡ് എന്ന് പറയുന്നത്. 1980-കളിൽ ഇൻകൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ കമ്പനി ഈ ഒരു ബ്രാൻഡിനെ മൊത്തമായിട്ട് വാങ്ങുകയും അതിനുശേഷം 80-കളിൽ ഇറങ്ങിയ, അതായത് ഈ ഒരു ആംപ്ലിഫയർ ഉൾപ്പെടെ എല്ലാ ആംപ്ലിഫയറുകളും കൊറിയൻ മെയ്ഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആംപ്ലിഫയറും ഒരു മെയ്ഡ് ഇൻ കൊറിയ പ്രോഡക്റ്റ് ആണ്. ഇനി സ്പെസിഫിക്കലി ഈ ഒരു S2730 CP എന്ന് പറയുന്ന ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്ക് നോക്കുകയാണെങ്കിൽ 1986 അല്ലെങ്കിൽ ഏകദേശം 1989 ഈ ഒരു ആംപ്ലിഫയർ ലോഞ്ച് ചെയ്തത് നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ഇബേയിലും റിവർബിലും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്, യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പോപ്പപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി അടുത്ത് തന്നെ ഉള്ള ഒരു ആളുടെ കയ്യിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓൺലൈനിൽ റിസർച്ച് ചെയ്തപ്പോൾ, ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷെർവുഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ബിഗ് റീറ്റെയിൽ ബ്രാൻഡൊന്നും അല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ബട്ട് സ്റ്റിൽ ഇമ്പോർട്ട് ചെയ്തും സെക്കൻഡ് ഹാൻഡ് റീസെല്ലറൊക്കെ വഴി ഇന്ത്യയിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷെർവുഡിൻ്റെ യൂസർ മാനുവലും പോസ്റ്ററും ഒക്കെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് ഓൺലൈനായിട്ട് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ്. തെറ്റാകാൻ ചാൻസ് ഉണ്ട്. അറിയാവുന്നവർ തീർച്ചയായിട്ടും പൊളൈറ്റ്ലി കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നമുക്ക് നോക്കാം. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ വിൻറ്റേജ് ലുക്കുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ആംപ്ലിഫയറിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു വോളിയം കൺട്രോൾ നോബ്, ഒരു 40 mm ഒരു മെറ്റൽ വോളിയം കൺട്രോൾ നോബ് കാണാൻ കഴിയുന്നുണ്ട്. മാസ്റ്റർ കൺട്രോളാണ്. സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെയായിട്ട് നമുക്ക് ലൗഡ്നെസ് സ്വിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം കുറച്ച് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫുള്ളർ സൗണ്ട് നമുക്ക് കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു അക്രിലിക് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു വിൻഡോ നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുള്ളിലായിട്ട് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേഷൻസ് ഒക്കെ വരുന്നത്. ഒരു റെക്ടാങ്കുലർ LED വരുന്ന ഒരു LED വി മീറ്റർ, ഓറഞ്ച് കളറിലുള്ള LED വി മീറ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററാണ്. അതായത് സ്പീക്കറിലേക്കുള്ള വോളിയം എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്തേക്ക് എത്ര dBയിൽ പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് കാണിക്കുന്നുണ്ട്. ഇനി തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഏത് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ FM ചാനൽ, ഏത് റേഡിയോ ചാനൽ, കാരണം ഇതിനകത്ത് മെമ്മറി ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പ്രീസെറ്റായിട്ട് നമുക്ക് ചാനലുകൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിലേത് പ്രീസെറ്റിലാണ് നമ്മളിപ്പോൾ FM റേഡിയോ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻപുട്ടിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇൻപുട്ടുകൾ വരുന്നുണ്ട്. ടേപ്പ് മോണിറ്റർ വരുന്നുണ്ട്, AM, FM, CD, ഓക്സ് ആൻഡ് ഫോണോ ഇൻപുട്ടുകൾ വരുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ഇൻപുട്ടുകൾക്കെല്ലാം പല ഇംപെഡൻസ് തന്നെയാണ്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഡോട്ട് സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ടോഷിബയുടെ TD630 AP എന്ന് പറയുന്ന ഒരു IC ആണ് ഇവരിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് ഒരു LED സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിലാണ് ഏത് ഫ്രീക്വൻസിയിലുള്ള ചാനലാണ് നമ്മളിപ്പോൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബേസ് ട്രിബിൾ ബാലൻസ് കൺട്രോൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വലൈസർ സ്റ്റൈൽ സ്ലൈഡേഴ്സാണ് അവരോട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പാട്ട് കേൾക്കുന്ന രീതി അനുസരിച്ച് ഇതെല്ലാം ടോപ്പിൽ കൊണ്ടുവച്ചാൽ മാത്രമേ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ളൊരു പാട്ട് അതായത് ആസ്വദിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ചിലർക്ക് ട്രിബിൾ മാത്രം ഹൈ ആയിട്ട് നിൽക്കണം, ചിലർക്ക് ബേസ് കൂടുതലുണ്ടായിരിക്കണം, ചിലർക്ക് വോക്കലായിരിക്കും. പക്ഷേ ഇവിടെ ഒരു 2-way കൺട്രോളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ സ്പീക്കർ സെലക്ടർ. അപ്പോൾ ഇവിടെയുള്ള ആംപ്ലിഫയർ അതായത് വിൻറ്റേജ് ആംപ്ലിഫയറുകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് സ്പീക്കർ സെലക്ടേഴ്സ് വരുന്നത്. അതായത് 2 ഔട്ട്പുട്ട് ഉണ്ട്. കാരണം ചിലരുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് സ്പീക്കേഴ്സ്, പെയർ ഓഫ് സ്പീക്കേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്പീക്കർ എ, സ്പീക്കർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാറുണ്ട് ബാക്കിൽ സ്പീക്കർ സോക്കറ്റ്. നോർമലി നമ്മൾ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഒറ്റ സ്റ്റീരിയോ ഔട്ട്പുട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ, ലെഫ്റ്റ് റൈറ്റ് ചാനൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആണെങ്കിൽ. ഇതിൽ തന്നെ ലെഫ്റ്റ് എ, ലെഫ്റ്റ് ബി, റൈറ്റ് ബി എ, റൈറ്റ് ബി എന്നുള്ള രീതിയിൽ കൊടുക്കും. അതായത് എ സെറ്റ് ഓഫ് സ്പീക്കേഴ്സ് വേണമെങ്കിൽ ഓൺ ചെയ്യാം, അതല്ലെങ്കിൽ ബി സെറ്റ് ഓഫ് സ്പീക്കേഴ്സ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യിക്കാം. തൊട്ടതായിട്ട് ഒരു സറൗണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം ഇത് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് സറൗണ്ട് എന്ന് പറയുന്ന ഒരു സ്യൂഡോ സറൗണ്ട് സിസ്റ്റമാണ്. അതായത് ഒരു ആംബിയൻസ് മോഡ് മാത്രമാണ്. ഇതിൽ നമുക്ക് ഈ ഡോൾബി ഡിജിറ്റലോ അല്ലെങ്കിൽ 5.1 എഫക്റ്റോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ മെട്രിക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു പെയർ ഓഫ് സ്പീക്കേഴ്സിൽ നമുക്കൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സറൗണ്ട് ഫീൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു റൂം ഫീലിംഗ് എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും എന്താണ് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ തന്നെയാണ്, ആ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമുക്കൊരു 6.35 mm ഒരു ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മൊത്തത്തിലുള്ള ക്യാബിൻ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി നമുക്ക് നല്ല സ്റ്റേഡി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പാനലാണെങ്കിലും ഇത് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല അത്യാവശ്യം വരുന്നുണ്ട്. സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കിപ്പം നാട്ടിൽ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുമ്പോൾ 4.7 ഇഞ്ചിൻ്റെ G-Techൻ്റെ ക്യാബിനൊക്കെ ഉപയോഗിക്കുമല്ലോ, ആ ഒരു സൈസൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഏകദേശം 4.5 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്പീക്കർ കണക്ടർ, നോർമൽ സ്പീക്കർ കണക്ടേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ A or B പെയർ നമുക്ക് കണക്ട് ചെയ്യാം. തൊട്ട് താഴെയായിട്ട് തന്നെ ഫ്യൂസ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇന്റീരിയർ നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമുക്ക് നോർമൽ ഫോണോ അല്ലെങ്കിൽ മറ്റു ലൈൻ ഇൻപുട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേപ്പ് ലൂപ്പും അതുപോലെ തന്നെ ആൻറ്റിന കണക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ടേൺ ടേബിളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കണക്ടറും അവിടെ കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ മെയ്ഡ് ഇൻ കൊറിയ എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ആംപ്ലിഫയറിലും കാണുന്ന പോലെ തന്നെ സ്വിച്ച്ഡും അൺസ്വിച്ച്ഡും ആയിട്ടുള്ള AC ഔട്ട്ലെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് പ്രീ ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ അതായത് ഒരു കാസറ്റ് ഡെക്ക് അല്ലെങ്കിൽ ഒരു ടേൺ ടേബിൾ അല്ലെങ്കിൽ ഒരു FM റിസീവറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റ സ്വിച്ചിലെല്ലാം ഓൺ ചെയ്യുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അൺസ്വിച്ച്ഡ് ആയിട്ടുള്ള എടുക്കാൻ വേണ്ടിയിട്ട് അത് സ്വിച്ച്, അതായത് നമ്മുടെ മെയിൻ AC ഔട്ട്ലെറ്റ് തന്നെയാണ്. നമുക്കൊരു അഡാപ്റ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആംപ്ലിഫയറിലേക്ക് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ മറ്റേ ആംപ്ലിഫയറിൽ പവർ സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ റിസീവറാണ്. അപ്പോൾ നേരത്തെ മറ്റ് ആംപ്ലിഫയറൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. സാംസങ്ങിൻ്റെ ഒരു 80s മോഡൽ ഒരു ആംപ്ലിഫയർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു FM റിസീവറും തൊട്ടതായിട്ട് ഒരു കാസറ്റ് ഡെക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ റിസീവറാണ്. ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് ഒരു FM റിസീവർ ഉണ്ട്, ആംപ്ലിഫയർ സെക്ഷനും വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അതായത് ഒരു റാക്ക് സെറ്റിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല ഈ ഒരു S2730 CP എന്ന് പറയുന്ന ഷെർവുഡിൻ്റെ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ വാങ്ങിയ കഥയും എന്തിനാണ് വാങ്ങിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ വാങ്ങി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതായിട്ട് ഞാൻ ആഗ്രഹിക്കാനുള്ളത്, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. പക്ഷേ നമുക്ക് ക്ലാസ്സും വർക്കും ഒക്കെ ഉള്ള അതിൻ്റെ തിരക്കിൽ നമ്മൾ ദിവസങ്ങളിങ്ങനെ പെട്ടെന്ന് പോയി, കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ റെസിസ്റ്റർ വാങ്ങാനാണെങ്കിൽ തന്നെ നമുക്ക് അടുത്തല്ലെങ്കിൽ പോലും കുറച്ച് നമുക്ക് ഈസിയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വാങ്ങേണ്ട ഒരവസ്ഥയാണ്. കാരണം ഞാൻ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ അങ്ങനെയുള്ളൊരു ഷോപ്പുകളൊന്നും ഇല്ല. ആകെ ഒരു ഹോം ഡിപ്പോട്ട് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് നല്ലത്. നമുക്ക് ഈ ഒരു ഓഡിയോ ആംപ്ലിഫയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ. അപ്പം ബഡ്ജറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് നിന്ന് അതിൻ്റെ ബോർഡും ട്രാൻസ്ഫോമറും എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ ഒരു ആംപ്ലിഫയർ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം പുതിയൊരു ട്രാൻസ്ഫോമറും ഒരു ബോർഡും വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പെൻസ് ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി $20 ഈ ഒരു ആംപ്ലിഫയർ വാങ്ങിച്ചത്. പക്ക വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഒരു 80s മോഡൽ വിൻറ്റേജ് റിസീവറിനെ വെച്ച് കണക്കാക്കുമ്പോൾ $20 ഇത് പക്ക ഡീലായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയി ഇതിൻ്റെ പെയർ സ്പീക്കേഴ്സൊക്കെ അവർ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഈ ഒരു ആംപ്ലിഫയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അത് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് അവരെനിക്ക് $20 അത് തന്നു. ഞാനത് വാങ്ങിച്ചുകൊണ്ട് പോരും.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് നോക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 28028 മെയിൻ ടാപ്പിംഗ് വരുന്ന ഒരു EI കോർ ട്രാൻസ്ഫോമറാണ്. ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ള പ്യുർ കോപ്പറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അറിയാം 80s ആകുമ്പോൾ എന്തായാലും പക്ക ക്വാളിറ്റി തന്നെ ആയിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ ക്വാളിറ്റി ഇല്ല എന്നല്ല, ഏകദേശം ഒരു 3 to 5 ആംപിയർ ആകാനാണ് ചാൻസ്, കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഒരു 15-0 എന്ന് പറയുന്ന ഒരു സിംഗിൾ ടാപ്പിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ്, അതിൻ്റെ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80s കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയറിലേക്ക് വരികയാണെങ്കിൽ STKയുടെ 4162 എന്ന് പറയുന്ന ഒരു IC ആണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ ഇട്ട റീൽ വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഒക്കെ അതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. മേ ബി ഫോണിൽ ഷൂട്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ഇൻ പേഴ്സൺ നിങ്ങൾ ഇതിനകത്ത് പാട്ട് കേൾക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് നല്ലൊരു പ്രീ സെഷൻ ഉണ്ടെങ്കിൽ, അതൊരു ഡാക്ക് വഴിയൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട്, ഒരു ഡാക്ക് ഉപയോഗിച്ച് ഒരു വാക്യൂം ട്യൂബിൻ്റെ ഒരു പ്രീ ആംപ്ലിഫയർ സെഷൻ കൂടെ ഒക്കെ ഉപയോഗിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിലും അതിഭയങ്കരമായ ഒരു ഓഡിയോ ഫയൽ ലെവലിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഓഡിയോ നിങ്ങൾക്ക് എക്സ്പീരിയൻസും, എസ്പെഷ്യലി STK ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം. അതിനകത്തെ ഒരു വാം ടോൺ, അതിൻ്റെ ആ ഒരു സുഖമുള്ളൊരു ബേസ്, നല്ല രസമാണ് അതിനകത്ത് പാട്ട് കേൾക്കാനായിട്ട്. എന്ന് വെച്ചാൽ മറ്റ് ഡിവൈസുകൾ മോശമെന്നല്ല, STKയിൽ ഒരു പ്രത്യേക സുഖമാണ് പാട്ട് കേൾക്കാൻ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു IC ആണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ നേരത്തെ പറഞ്ഞത് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് 8 ohms മാത്രം. കാരണം STK ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെയാണ് അവർ 8 ohms പറയുന്നത്. 4 ohms കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് IC കംപ്ലൈൻ്റ് ആയി പോകാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലങ്ങനെ ഫാനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് അവർ 8 ohms പറയുന്നത്. അപ്പോൾ 8 ohmsൽ 35 watts പെർ ചാനൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ICയിൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത് 35 watts അല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പവറില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് കണക്കാക്കാൻ പറ്റില്ല. കാരണം STK ആംപ്ലിഫയർ യൂസ് ചെയ്തവർക്ക് അറിയാം ഒരു 100 watts ആംപ്ലിഫയറിൻ്റെ പ്രത്യേക ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടും. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ 40 volt 3300 mF കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലുള്ള STK IC യൂസ് ചെയ്തവർക്ക് അറിയാം ഇതൊരു വില്ലനാണ്. കാരണം സ്പീക്കർ വയർ ഷോർട്ടായി IC ഡാമേജ് ആവുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആ ഒരു DC വോൾട്ടേജ് സ്പീക്കറിലേക്ക് എത്തിച്ച് സ്പീക്കറിനെയും കത്തിച്ച് കളഞ്ഞെന്ന ഒരു സ്വഭാവം ഈ ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ STK ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രൊട്ടക്ഷൻ ബോർഡിന് പകരം ഫ്യൂസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 80കളുടെ കാലഘട്ടമല്ലേ, അപ്പോൾ എന്തുകൊണ്ട് അന്ന് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. സൗണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ, ക്രിസ്പ്, ഹൈ ക്വാളിറ്റി ഓഡിയോ തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു വാം ബേസ് ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഇളക്കി എനിക്കൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇത് കൊണ്ടുവച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങിയ ശേഷം എനിക്കിത് ഇളക്കാനായിട്ട് തോന്നുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റ് AM FM ട്യൂണർ സെക്ഷൻ, അതുപോലെ തന്നെ മറ്റ് ബോർഡുകളെല്ലാം തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടോഷിബയുടെ TC9147 IC ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ട്യൂണർ സെക്ഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ടോൺ ബോർഡ് സെക്ഷനും മറ്റ് അതിൻ്റെ ഇൻപുട്ട് സെലക്ഷൻ കൺട്രോളും എല്ലാം വരുന്ന ആ ഒരു ഭാഗം, ഒരു ബോർഡ് നമ്മുടെ ഫ്രണ്ട് പാനൽ തന്നെ അവർ ഘടിപ്പിച്ചായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു തോട്ട്ഫുൾ ഡിസൈൻ തന്നെയാണ്, ഒരു റിലയബിലിറ്റി പെർഫോമൻസിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ലുക്ക് വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു റെട്രോ റിസീവർ എന്നുള്ള വേണമെങ്കിൽ തന്നെ നമുക്കിതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ പറയാലോ ടെക്നിക്കൽ സൈഡിൽ എന്തെങ്കിലും പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അത് നിങ്ങൾക്ക് തിരുത്താൻ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് തിരുത്താവുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.